അടുത്ത ടോപ്പിക്കാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്. കാർബോക്സിലിക് ആസിഡ്സ് അപ് ടു C9, അതായത് 9 കാർബൺ ആറ്റം വരെയുള്ള കാർബോക്സിലിക് ആസിഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. അൺപ്ലസന്റ് ഓർഡർ ഉള്ള അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ലുള്ള കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. ഹയർ ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്സ് വാക്സി ആയിട്ടുള്ള സോളിഡ്സ് ആണ്. ഹയർ മെമ്പേഴ്സ് ഒക്കെ സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അൺപ്ലസന്റ് ആയിട്ടുള്ള ഓർഡർ ആണ് കാർബോക്സിലിക് ആസിഡ്സിനുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 9 കാർബൺ ആറ്റം ഒക്കെ വരുന്ന കാർബോക്സിലിക് ആസിഡ്സ് ആണെങ്കിൽ ദേ ആർ കളർലെസ് ലിക്വിഡ്സ് വിത്ത് അൺപ്ലസന്റ് സ്മെൽ. അതുപോലെ തന്നെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് വാക്സി സോളിഡ്സ് ആവും. ഹയർ മെമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സോളിഡ്സ് ആണ്, അൺപ്ലസന്റ് സ്മെല്ലുള്ള സോളിഡ് ആണ്. ബെൻസോയിക് ആസിഡും അതിന്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും സോളിഡ്സ് ആണ്. അരോമാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്സ് നോക്കുകയാണെങ്കിലും എല്ലാം സോളിഡ് ആണ്. ഓക്കെ, വാക്സി സോളിഡ് ആണ് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ബോയിലിംഗ് പോയിന്റ് നോക്കാം. അടുത്തൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ കാർബോക്സിലിക് ആസിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ R C ഡബിൾ ബോണ്ട് O H എന്നാണ് കാർബോക്സിലിക് ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ കാർബോക്സിലിക് ആസിഡ് മോളിക്യൂൾസ് നോക്കിക്കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിന് ദേ ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് ഹയർ ആണ്. ഇനി ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം എന്താണ്? ദേ ക്യാൻ ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഈ കാർബോക്സിലിക് ആസിഡിനൊക്കെ ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ അതിന്റെ CrOH ഡബിൾ ബോണ്ട് O നോക്കി നോക്കൂ, ഇതിന്റെ ഇടയിൽ ഇതേപോലെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റഡ് ആയതുകൊണ്ട് എന്താണ്, കാർബോക്സിലിക് ആസിഡ്സിനൊക്കെ ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ്. ഇനി ഈ കാർബോക്സിലിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾസിനേക്കാളും കൂടുതലാണ്, ഹയർ ദാൻ ആൽക്കഹോൾസിനേക്കാളും ഹയർ ആണ്. ഇനി ആൽക്കഹോൾസിനേക്കാൾ എന്തുകൊണ്ടാണ് ആൽക്കഹോൾസിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? കാർബോക്സിലിക് ആസിഡ്സിന് എന്തുകൊണ്ടാണ് ആൽക്കഹോൾസിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്നാണ് നമ്മൾ പറയാൻ പോണത്. കാർബോക്സിലിക് ആസിഡ്സിന് എന്തുകൊണ്ടാണ് ആൽക്കഹോൾസിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലാവുന്നത്? അപ്പൊ അതിൽ ആദ്യത്തെ ഒരു റീസൺ പറയുകയാണെങ്കിൽ C ഡബിൾ ബോണ്ട് OH, ഈ OH ഗ്രൂപ്പ് ഏതിലുണ്ട്? ഇപ്പൊ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ROH ഗ്രൂപ്പാണ്. രണ്ടിലും ഈ OH ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ ഈ OH ഗ്രൂപ്പിന്റെ അടുത്ത് തന്നെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള കാർബണിയൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇത് മോർ പോളാർ ആണ്. അതുകൊണ്ട് തന്നെ ഈ മോർ പോളാർ ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്സ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, കാർബോക്സിലിക് ആസിഡിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഈ OH ഗ്രൂപ്പാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യിക്കണേ. അപ്പൊ ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള കാർബണിയൽ ഗ്രൂപ്പിന്റെ അടുത്താണ്. അപ്പൊ ഈ കാർബണിയൽ ഗ്രൂപ്പിന്റെ അടുത്ത് ഈ ഒരു OH ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് ഈ ബോണ്ട് കുറച്ചുകൂടി പോളാർ ആണ്. പോളാർ ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. പോളാർ ആയതുകൊണ്ട് തന്നെ സ്ട്രോങ്ങർ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, അതൊരു റീസൺ. ഇനി അടുത്ത റീസൺ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആൽക്കഹോളിന്റെ ഒക്കെ ഇടയിൽ തന്നെ എന്താ പറയുക, ഇതേപോലെ OH ഗ്രൂപ്പുകൾ ഇതേപോലെ സൈക്ലിക് ആയിട്ടുള്ള ഡൈമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആൽക്കഹോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാർബോക്സിലിക് ആസിഡ്സ് ഇതേപോലെ സൈക്ലിക് ഡൈമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സൈക്ലിക് ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണത് വേപ്പർ ഫേസിലും, ഇവൻ വേപ്പർ ഫേസിൽ പോലും ഇത് ഈ ഡൈമറിക് ആയിട്ടുള്ള ഈ ഒരു ഫോം ഡിസ്ട്രോയ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം എനർജി കൊടുത്താൽ മാത്രമേ ഇതിനെ ബോയിൽ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബോണ്ട് ആദ്യം ബ്രേക്ക് ചെയ്യണമല്ലോ, അപ്പൊ അതിന് നല്ലോണം എനർജി കൊടുക്കണം. അതായത് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഓക്കെ, ആൽക്കഹോൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിന് ഹൈ ബോയിലിംഗ് പോയിന്റ് വന്നേ എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു റീസൺ പറഞ്ഞത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്
മോർ പോളാർ ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള കാർബണിയൽ ഗ്രൂപ്പിലായിരുന്നു. അത് ഈ ബോണ്ടിനെ കൂടുതൽ പോളാർ ആക്കി, അപ്പൊ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തു. ആൽക്കഹോളിലും ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആൽക്കഹോളിൽ ഫോം ചെയ്യുന്ന ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിനേക്കാൾ സ്ട്രോങ്ങർ ആണ് കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ. കാരണം OH ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള കാർബണിയൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ കാർബോക്സിലിക് ആസിഡ് മോളിക്യൂൾസ് സൈക്ലിക് ഡൈമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോണ്ട് ഈവൻ വേപ്പർ ഫേസിൽ പോലും ഇത് ഇതേപോലെയാണ് എക്സിസ്റ്റ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഹൈ എനർജി കൊടുത്താൽ മാത്രമേ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതായത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഓക്കെ, ഇനി ഈ ബോയിലിംഗ് പോയിന്റ് മോണോ കാർബോക്സിലിക് ആസിഡുകളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു COOH ഗ്രൂപ്പ് ഉള്ള മോണോ കാർബോക്സിലിക് ആസിഡുകൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, മോണോ കാർബോക്സിലിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് മോണോ കാർബോക്സിലിക് ആസിഡിന്റെ കേസിലാണെങ്കിൽ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. അതിന് കാരണം എന്താണ്, വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താ പറയുക, ഈ ബോണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് വിൽ ബി ഹയർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഈ മോണോ കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ എന്താണ്, അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോണോ കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് കൂടുന്നുണ്ട്. അപ്പൊ മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം എന്താണ്, മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റും കൂടുതലാവുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ആദ്യം ബോയിലിംഗ് പോയിന്റിൽ നമ്മൾ പറഞ്ഞപ്പം കാർബോക്സിലിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് ഹയർ ആണ്. ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം ഇറ്റ് ക്യാൻ അസോസിയേറ്റ് ത്രൂ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്നുണ്ട്. ഇനി അത് എന്തുകൊണ്ടാണ് OH-നേക്കാളും, അതായത് ആൽക്കഹോൾസ് കറസ്പോണ്ടിങ് ആൽക്കഹോൾസിനേക്കാളും അല്ലെങ്കിൽ കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കഹോൾസിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കാർബോക്സിലിക് ആസിഡിന് കൂടുതലാവാനുള്ള രണ്ട് റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. ഒരെണ്ണം ഈ OH ഗ്രൂപ്പ് CO ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള കാർബണിയൽ ഗ്രൂപ്പിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പോളാർ ആവുന്നു, ഈ ബോണ്ട് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. പിന്നെ അതുപോലെ ഇങ്ങനെ സൈക്ലിക് ഡൈമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണതുകൊണ്ട് ഹൈ എനർജി കൊടുത്താൽ മാത്രമേ അത് ബ്രേക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ആ രണ്ട് റീസൺ. പിന്നെ അത് അങ്ങനെ കറസ്പോണ്ടിങ് ആൽക്കഹോൾസിനേക്കാൾ അല്ലെങ്കിൽ കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കഹോൾസിനേക്കാൾ സ്ട്രോങ്ങർ ആണ് കാർബോക്സിലിക് ആസിഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അടുത്ത പോയിന്റ് ആണ് മോണോ കാർബോക്സിലിക് ആസിഡുകളുടെ കേസിൽ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് മോണോ കാർബോക്സിലിക് ആസിഡുകളുടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അതിന് കാരണം എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ ആവുന്നതുകൊണ്ടാണ്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നത് കൊണ്ടാണ് മോണോ കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടുന്നത്, അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അതിന്റെ സോല്യുബിലിറ്റി. അപ്പൊ സോല്യുബിലിറ്റി നമ്മൾ പറയുമ്പോൾ എന്താണ്, ദേ ക്യാൻ ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ ഓൾസോ. ഇതുപോലെ C ഡബിൾ ബോണ്ട് OH, അതുപോലെ HOH, അങ്ങനെ വാട്ടറിൽ ഇറ്റ് ക്യാൻ ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. വാട്ടറിൽ ഇറ്റ് ക്യാൻ ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് വാട്ടറിൽ സോല്യുബിൾ ആണ്. കാർബോക്സിലിക് ആസിഡ്സ് സോല്യുബിൾ ഇൻ വാട്ടർ. പക്ഷെ പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, ആസ് ദ സൈസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻക്രീസസ്, R ഗ്രൂപ്പ് ഇൻക്രീസസ്, R ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ചിട്ട് സോല്യുബിലിറ്റി എന്താ ചെയ്യുക, സോല്യുബിലിറ്റി ഡിക്രീസസ്. ഇനി അതിനുള്ള റീസൺ എന്താണ്, സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളിലെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ R ഗ്രൂപ്പുകളിലെ സൈസ് കൂടുമ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടും, സ്ട്രോങ്ങർ ആയിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല.
അപ്പൊ ഇത്രയും റീസൺസ് കൊണ്ട് കാർബോക്സിലിക് ആസിഡിന്റെ സോല്യൂബിലിറ്റി വാട്ടറിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് വാട്ടറിലുള്ള സോല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ നമ്മൾ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് പറഞ്ഞു. മെജോറിറ്റി ഹയർ ആയിട്ടുള്ള എല്ലാ കാർബോക്സിലിക് ആസിഡും സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ബോയിലിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് കമ്പയറബിൾ ആൽഡിഹൈഡ് കീറ്റോണിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. അതിന് കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബോയിലിംഗ് പോയിന്റ് കമ്പയറബിൾ മോളിക്കുലർ മാസുള്ള ആൽക്കഹോളിനേക്കാൾ കൂടുതലാണ്. അതിന് കാരണം ഈ OH ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് കാർബണിയൽ ഗ്രൂപ്പുകളുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് കൂടുതൽ പോളാർ ആവും, കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് എന്താണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു റീസൺ പറഞ്ഞത് ഇതേപോലെ സൈക്ലിക് ഡൈമേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യണത്. ഈ സൈക്ലിക് ഡൈമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഡൈമറിക് ഫോം ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയണമെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുറെ എനർജി കൊടുക്കണം. അതായത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യണം. ഇത്രയുമാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ മോണോ കാർബോക്സിലിക് ആസിഡുകളുടെ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ ആണ് മോളിക്കുലർ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നു. അതുകൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ അടുത്തത് പറഞ്ഞതാണ് അതിന്റെ സോല്യൂബിലിറ്റി. സോല്യൂബിലിറ്റി പറഞ്ഞത് എന്താണ്? കാർബോക്സിലിക് ആസിഡ്സ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോല്യൂബിൾ ആവാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു? എന്താണ്? ഇറ്റ് ക്യാൻ ഫോം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. പിന്നെ ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് സോല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതിന് കാരണം എന്താ? ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ കൂടും. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോളാർ ആയിട്ടുള്ള പാർട്ടാണല്ലോ. നോൺ പോളാർ ആയിട്ടുള്ള പാർട്ടാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോൺ പോളാർ പാർട്ടിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ കൂടും. പിന്നെ അതുപോലെ തന്നെ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുമ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഒക്കെ കൂടുന്നത് കൊണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് സോല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് കാർബോക്സിലിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്.